ഷവർമയുടെ ടേസ്റ്റും കിട്ടണം എന്നത് പരത്തേം കൊയ്ക്കൊന്നും ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റില്ല. അങ്ങനെയുള്ള ആൾ ഇങ്ങോട്ട് പോരി കേട്ടോ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറെടുക്കുക, അതിലേക്കൊരു 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് സുർക്ക, പിന്നെ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ മയോണൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാം. പക്ഷേ ഒരുപാട് ടൈറ്റൊന്നും ആവണ്ട, ഇതേപോലെ കുറച്ച് ലൂസായിട്ട് തന്നെ കിട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് കാബേജ്, പിന്നെ കുറച്ച് ക്യാരറ്റ്, ഉള്ളി, ക്യാപ്സിക്കൊന്നും ഇല്ലേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനുള്ളതുകൊണ്ട് ഒന്ന് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ നമ്മളുടെ മയോണൈസിൽ നിന്ന് ഒരു സ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ബീഫ് ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചൂട് പോയി കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതാണ് ഇത്. അപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ബീഫ് ഇല്ലെങ്കിൽ ചിക്കനും വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പോളപ്പാത്രം എടുക്കാം, അതിലേക്ക് ഓയിൽ തടവി കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ മസാല നല്ല പരത്തിയിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാറ്റർ കുറച്ചും കൂടി ഇതിൻ്റെ മുകളിലേക്ക്, ഇത് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്, ഇതേപോലെ ചെയ്ത് കൊടുക്കാം. വീണ്ടും മസാല വെക്കാം. പിന്നെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് പൊരിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും ഇതിൻ്റെ മുകളിലേക്കായിട്ട് വിതറി കൊടുത്തിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. ഒരു ഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഒരു ദോശക്കല്ലിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.